ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കല്യാണിയും കിരണും കൂടി ചേർന്നിട്ട് ആ CCTV ദൃശ്യങ്ങൾ നോക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അങ്ങനെ കിരൺ നോക്കുമ്പോഴേക്കും ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും അതിലൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ, എല്ലാം ബ്ലർ ആയിരിക്കുകയാണ്. കല്യാണി ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവനെല്ലാം മുൻകൂട്ടിയാണ് കല്യാണി വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും പുറത്തു പോയ സമയം അവനിവിടെ വന്നിട്ട് CCTV ദൃശ്യങ്ങളെല്ലാം തങ്ങൾ പകർത്തൊന്നും മനസ്സിലായിട്ട് തന്നെ അത് അടിച്ചു തകർത്തിട്ടാണ് അവൻ അകത്തേക്ക് കയറിയത് എന്ന് പറയാണ്. അപ്പൊ അവന് സൂക്ഷിക്കണല്ലോ കിരണേട്ട, സൂക്ഷിക്കണം. അന്ന് കാർത്തികയുടെ വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ അവൻ ചെയ്തത്. ഗംഗപ്രസാദ് അവിടെയും ഞങ്ങള് ഫോട്ടോസോ അല്ലെങ്കിൽ അവന്റെ വീഡിയോസോ എന്തെങ്കിലും കാണോന്ന് വിചാരിച്ചിട്ട് അവൻ അവിടുത്തെ CCTV എല്ലാം പൊട്ടിച്ചിട്ടല്ലേ കാർത്തികനെ കാണാൻ വേണ്ടി പോയത്. അപ്പൊ അവനെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കല്യാണി എന്ന് പറയാണ്. ശേഷം നമ്മുടെ രൂപയെടുത്തും സേന്റെ അടുത്തും അവര് പോകുന്നുണ്ട്. രൂപയെടുത്തും സേന്റെ പറയണ്ട്, അച്ഛ അമ്മേ CCTV എല്ലാം നശിപ്പിച്ചിട്ടാണ് അവൻ അകത്തേക്ക് കയറിയത്. ഓ, അപ്പൊ അവൻ പഠിച്ച കള്ളൻ തന്നെയാണല്ലോ. അതെ അമ്മേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അവൻ. ഇപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നു എന്ന് കല്യാണി പറയാണ്. അല്ല, നമ്മൾ രണ്ടുപേരും ഇന്നലെ രാത്രി കിരണേട്ടനൊരു ആഗ്രഹം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോണോന്ന്. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് വിക്രത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ജെറി ജോണിനെയും കൂടിയിട്ട് ഒരുമിച്ച് കണ്ടു. ജെറി ജോണോ? അതെ. അതോടുകൂടി ഞങ്ങൾക്ക് സംശയം കൂടിയമ്മേ. അവർ തമ്മിൽ രാത്രി ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? ഈ ജെറി ജോൺ വിക്രത്തിന്റെ ഇനി പരിചയക്കാരനോ അല്ലെങ്കിൽ കൂട്ടുകാരനോ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോ കിരൺ പറയണ്ട്, എനിക്കിപ്പോ വേറൊരു സംശയം കൂടി തോന്നുന്നു കല്യാണി എന്ന് പറയണം. അതെന്താ കിരണേട്ട ആ ഒരു സംശയം? അല്ല, ഈ ജെറി ജോൺ തന്നെയാണോ ഈ ഗംഗപ്രസാദ് എന്ന് എനിക്ക് സംശയമുണ്ട്. കിരണേട്ടനെന്താ അങ്ങനെ തോന്നാനായിട്ട്? ഒന്നുമില്ല, അവന്റെ ഫോണിലേക്ക് നമ്മൾ വിളിച്ചപ്പോ അവന്റെ ഫോൺ നമ്പർ നിലവിലില്ലെന്നാ പറയണത്. അപ്പൊ മനഃപൂർവ്വം നമുക്ക് നമ്പർ തെറ്റിച്ചാ തന്നത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് അവൻ നമ്മളെ കാണാറും വരില്ലല്ലോ. അങ്ങനെയാ ഗംഗപ്രസാദ് ആണ് ജെറി ജോണെങ്കിൽ അവൻ പഠിച്ച കള്ളൻ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, ഹോ എങ്കിലും അവനെ സമ്മതിക്കണമല്ലോ. ഇത്ര ദിവസം വിദഗ്ധമായിട്ടാണല്ലോ അവനെ നമ്മളെയൊക്കെ പറ്റിച്ചത്. എത്ര നന്നായിട്ടാ കിരൺ മോനെ രക്ഷിച്ച് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതിനുശേഷം വീട്ടിൽ വന്ന് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചതും. അതെ, ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവനെല്ലാം ചെയ്തത്. അതാ പറഞ്ഞത് പഠിച്ച കള്ളനാണെന്ന്. എന്തായാലും അച്ഛനും അമ്മയെ സൂക്ഷിക്കണം, അവന് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. അതെ മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണം. എന്തായാലും കിരൺ കിടന്ന കിടപ്പാണെന്ന് പറഞ്ഞാൽ നന്നായി. അതുകൊണ്ട് കിരൺ ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല. കല്യാണി മോളെ, നീ വേണം ഇനി സൂക്ഷിക്കാനായിട്ട്. നീ കമ്പനിക്കാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്. അതുകൊണ്ട് ആ ജെറി ജോണിനെ നീ സൂക്ഷിക്കണമെന്ന് പറയാണ്. അമ്മേ, എനിക്ക് പേടിയൊന്നുമില്ലമ്മേ, അവനെന്തായാലും നേരിട്ട് വരട്ടെ, അവളുടെ പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് കല്യാണി പറയാട്ടോ. ശേഷം രൂപ പറയണ്ട്, മോളുടെ ചേച്ചി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. മോളുടെ ചേച്ചി ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നോട് പറയാ ഇനി കാണാനൊന്നും വരരുത്, ഫോൺ വിളിക്കരുത്, സംസാരിക്കരുതെന്നൊക്കെ. ചേച്ചി എന്നെയും വിളിച്ചു, കാണാൻ വരരുതെന്നൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് ആകെ പേടിയാണമ്മേ. ചേച്ചി കാരണം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാണ്. ഇനിയിപ്പോ അച്ഛന്റെ ഈ കാര്യം കൂടി അറിഞ്ഞാൽ ചേച്ചി ഒരിക്കലും നമ്മളെ കാണാൻ വരില്ല. മിക്കവാറും ലക്ഷ്മി അമ്മയായിട്ട് ഇവിടുന്ന് പോവാനാണ് ചാൻസ് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രസേനൻ പറയണ്ട്, ഒരിക്കലും നമ്മള് കാർത്തികനെ കൈവിടാൻ പാടില്ല. മോളുടെ ചേച്ചി അത്, മോളുടെ സ്വന്തം ചേച്ചി. അതുകൊണ്ട് കാർത്തികനെ ഒരിക്കലും കൈവിടാൻ പാടില്ല. അവളെയും അവളുടെ അമ്മേനെ സേവ് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ചെയ്യണം എന്ന് പറയാണ്. കിരണും കല്യാണിയും പറയണ്ട്, എന്തായാലും അമ്മ അച്ഛനും റെസ്റ്റ് എടുക്കുക. എന്തായാലും കുറച്ചു നാളത്തേക്ക് പുറത്തൊന്നും പോകണ്ട, ഞങ്ങൾ നോക്കട്ടെ. എന്തായാലും ഗംഗപ്രസാദ് തന്നെയാണോ ജെറി ജോണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. വാ കല്യാണി എന്ന് പറയാണ്. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോകുവാട്ടോ. പിന്നീട് കാണിക്കാൻ രാഹുലിനെയാണ്. രാഹുൽ ആകെ സന്തോഷിച്ച് കിടക്കുകയാണ്. അവിടേക്ക് നമ്മുടെ സരയു വരുന്നുണ്ട്. രാഹുലിനെ മരുന്നെടുത്ത് കൊടുക്കുകയാണ്. രാഹുൽ മരുന്ന് കഴിച്ചതിന് ശേഷം സരയുവിനോട് പറയണ്ട്, മോളെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ അച്ഛാ? അതെ, ആ ചന്ദ്രസേനൻ കിരണിന്റെ പിന്നാലെ അവനും കിടപ്പിലാവുന്ന ലക്ഷണമാണ്. എന്താ അച്ഛൻ അങ്ങനെ പറയണത് എന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ ഷാരി വരുന്നുണ്ട് കേട്ടോ. രാഹുല് പറയണ്ട്, അതെ ഇന്നലെ രാത്രി ഞാൻ ഒരുത്തൻ അവിടെ പോയിരുന്നു ചന്ദ്രസേനെ ഇല്ലാതാക്കാൻ വേണ്ടി. അവൻ നന്നായിട്ട് അടിച്ച് തകർത്തു ചന്ദ്രസേന. അവന് ചെറിയൊരു തളർച്ചയൊക്കെ ഉണ്ട്. കറക്റ്റ് സമയത്ത് ആ രൂപ വന്ന് ഇടപെട്ടത് കൊണ്ട് അവനെ കൊല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ ചന്ദ്രസേനന്റെ ശവം നമ്മളിന്ന് കണ്ടാനെ. രൂപ തോക്കെടുത്തു. ഇപ്പൊ ഭീഷണിയെ കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ എപ്പോഴും ആയുധങ്ങളായിട്ട് അവർ നിൽക്കുന്നത് എന്ന് പറയാണ്. ആണോ? എന്നാൽ ആരാച്ച അവിടെ പോയിട്ട് ചന്ദ്രസേന്റെ പണി കൊടുത്തത്? മോളെ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗംഗപ്രസാദിനെ കുറിച്ചിട്ട്, കല്യാണിയുടെ ആ ചേച്ചിയുടെ ഒരു ആംഗ്ലനെ കുറിച്ചിട്ട്. അവൻ തന്നെയാണ്, അവനാള് മിടുക്കനാ മോളെ എന്ന് പറയാണ്. എന്തായാലും സന്തോഷമായി. അമേരിക്കയിൽ പോകുന്ന മുമ്പ് സന്തോഷ വാർത്തകൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ, മോൾ ഇനിയും ഒരുപാട് സന്തോഷ വാർത്തകൾ കേൾക്കും. പക്ഷെ അവസാനം പറഞ്ഞ കാര്യം, സന്തോഷത്തോടെ അമേരിക്കയിൽ പോണ കാര്യം, അത് നടക്കുമെന്ന് മാത്രം അച്ഛനറിയില്ല. അതെന്താ വെച്ചാ അങ്ങനത്തെ ഒരു സംസാരിക്കുന്നത്? അല്ല മോൾ ഒരുപാട് ആഗ്രഹിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനും മോളെ പോലെ ഒരുപാട് ആഗ്രഹിച്ചതൊക്കെയാണ്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. അതുകൊണ്ട് മോൾ ഒരുപാടൊന്നും ആഗ്രഹിക്കരുത്. അതെ, വേറെ എന്തൊക്കെ നടന്നില്ലെങ്കിലും എന്റെ മനുവേട്ടൻ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അത് നടന്നിരിക്കും എന്നൊക്കെ സരിയു പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഷാരിയും അതുപോലെ രാഹുലും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ശേഷം സരിയു അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഷാരി പറയണ്ട്, കണ്ടില്ലേ മോൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. രാഹുൽ പറയണ്ട, അതെ അതന്നെയാ
എന്റെ പേടിയും അത് തന്നെയാണ്. നമ്മുടെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മനോഹറിനെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് രാഹുൽ ഇങ്ങനെ വിചാരിക്കാട്ടോ. അതിനുശേഷം രാഹുലിനോട് ഷാരി ചോദിക്കണ്ടല്ല, ആ ചന്ദ്രസേനൻ എങ്ങാനും ഇങ്ങോട്ട് അന്വേഷിച്ചു വരോ, നിങ്ങളാണ് അയാളെ ഇല്ലാതാക്കാൻ നോക്കിയെന്ന് വെച്ചിട്ട് നിങ്ങളെ കിടന്ന കിടപ്പിന്ന് വീണ്ടും കിടപ്പിലാക്കോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് രാഹുൽ പറയാണ്. ശേഷം കിരണും കല്യാണി വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ദീപ പറയുന്നുണ്ടെങ്കിലും സമ്മതിക്കണമല്ലോ അവന് ആ ജെറി ജോണിനെ എത്ര വിദഗ്ധമായിട്ട് അവനോട് ഒന്ന് പറ്റിച്ചത് എന്ന് പറയുമ്പോ, അതെ അമ്മേ, പിന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഒരു കാര്യം, ഇനി ജെറി ജോൺ തന്നെയാണോ ഗംഗാപ്രസാദ് നമുക്ക് അറിയില്ലല്ലോ, എന്നാലും കൂടുതൽ അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് എന്ന് പറയുമ്പോ താര ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. അപ്പൊ ദേവ പറയണ്ട് താര ആകെ വിഷമത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ കൈ ഒഴിഞ്ഞപ്പോ താരനെ സംരക്ഷിച്ചത് മോന്റെ അച്ഛനാണല്ലോ. അപ്പൊ അച്ഛൻ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കേട്ടപ്പോ താരക്ക് ആകെ വിഷമം എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, ആന്റി വിഷമിക്കേണ്ട, അച്ഛൻ ഇങ്ങനെ ചെയ്ത ആളെ നമ്മൾ ആരും വെറുതെ വിടാൻ പോകുന്നില്ല, അവർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ കല്യാണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കല്യാണി മെസ്സേജ് നോക്കണം, അമ്മയുടെ മെസ്സേജ് ആണല്ലോ, അമ്മ എത്രയും പെട്ടെന്ന് വരണോന്നാ പറഞ്ഞേക്കുന്നത്. എന്താ കല്യാണി കാര്യം? ഒന്നും അറിയില്ല, കിരണേട്ടൻ എന്തായാലും രാവിലെ ആയില്ലേ, വരണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി വേഗം തന്നെ ചന്ദ്രസേന്റെ രൂപയുടെ അടുത്തേക്ക് പോവാട്ടോ. എന്താ അമ്മ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോ രൂപ ഫോണിലെ മെസ്സേജ് കല്യാണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ നമ്മുടെ ഗംഗപ്രസാദ് ആട്ടോ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കാർത്തികിനെ സംരക്ഷിക്കരുത്, സംരക്ഷിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ കാർത്തികിനെ സംരക്ഷിക്കാനോ കാണാനോ ഒന്നും പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും കൂടി ഞാൻ എടുക്കും എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയണ്ട്, എന്തായാലും അവൻ ഭയങ്കര സാധനം തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളെ എന്ന് പറയുമ്പോ നമ്മുടെ ചന്ദ്രസേനൻ പറയണ്ട്, ഈ ഗംഗപ്രസാദിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു മോളെ, അവൻ കൊടും ക്രിമിനലാണ്, അവൻ ഇല്ലാതാക്കിയ പോലീസുകാർക്ക് അത്ര ആശ്വാസമാണ്, അത്ര ക്രിമിനലാണ്, ആരവൻ ഇല്ലാതാക്കിയാലും കേസ് എടുക്കാൻ പോകണമെന്നില്ല, പക്ഷെ അവനെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ ഭയങ്കര പണിയാണ്, ഒരുപാട് പേര് ശ്രമിച്ചതുമാണ് അതിനു വേണ്ടി. അതെ അച്ഛാ, അതന്നെയാണ് അവന്റെ ധൈര്യം, അവൻ പഠിച്ച കള്ളം തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ ടെക്സ്റ്റൈൽസ് വെച്ച് അവനെ കണ്ടിരുന്നു, പക്ഷെ അവൻ വിദഗ്ധമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാണ്. മോളുവാ എന്ന് പറഞ്ഞിട്ട് രൂപ നമ്മുടെ കല്യാണിനും കൂട്ടിക്കൊണ്ട് പിന്നീട് നേരെ പോണത് രാഹുലിന്റെ അടുത്തേക്ക് കാട്ടോ. അവിടെ ബെല്ലടിക്കുമ്പോഴേക്കും ഷാരിയും സരിയുമാണ് വാതിൽ തുറക്കണത്. ആ രൂപേ നീയോ? ഞാൻ മാത്രല്ല, എന്റെ മരുമോളും ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും വാ. എന്നാലും രൂപേ, നീ വിഷുവായിട്ട് പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ, അല്ല നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഇല്ലേ? ഇല്ല രൂപേ, അങ്ങനെ ഇവിടെ ഇല്ല, ദേ കള്ളം പറയരുത്, നിങ്ങളുടെ ഭർത്താവ് മോളിലാണ് കിടക്കണത് ചോദിക്കുമ്പോഴേക്കും സാരി അങ്ങോട്ടേക്ക് വന്നിട്ട്, ഓഹോ അപ്പൊ ആന്റി എല്ലാം അറിഞ്ഞിട്ടാണല്ലേ, അപ്പൊ ആന്റിയുടെ ആൾക്കാരാണല്ലോ ഇങ്ങനെ ചെയ്തത്, അതെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ്. എന്തായാലും കിടന്ന കിടപ്പിലാണെങ്കിലും അവനാ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. രൂപേ, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നും അറിഞ്ഞില്ല അമ്മയും മോളും അല്ലേ? ഇന്നലെ രാത്രി എന്റെ ചന്ദ്രേട്ടനെ ആരാണ് ഉപദ്രവിക്കാൻ വന്നത്? ദേ ആ രാഹുൽ എന്ന് പറഞ്ഞ എന്റെ കൊണ്ടുവരാത്ത ചേട്ടനുണ്ടല്ലോ, അവൻ ഇല്ലാതാക്കാൻ എനിക്കൊരു മടിയില്ല, പക്ഷെ ഇല്ലാതാക്കി കഴിഞ്ഞാലേ ഞാൻ ജയിലിൽ പോയി കിടക്കുമല്ലോ, അങ്ങനെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ എനിക്ക് ചന്ദ്രസേന എന്റെ മക്കളുടെ കൂടെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പറ്റില്ല, ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അയാൾ ഇല്ലാതാക്കണത്. അപ്പൊ അയാള് വീണ്ടും വീണ്ടും ഉപദ്രവിക്കാൻ വരുവാണോ? എവിടെയാള് കിടക്കണത്? പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ രാഹുൽ അങ്ങനെ തന്നെ കിടക്കാണ്. രാഹുൽ കിടക്കുന്ന സമയത്ത് രൂപ പറയണ്ട, ഹോ നീ കിടന്ന കിടപ്പിലാണെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോടാ, നിനക്ക് പോയി ചത്തൂടടാ എന്ന് പറയാണ്. അത് കേട്ടോണ്ട് രാഹുൽ നോക്കുന്നുണ്ട്. ഓ നീയായിരുന്നോ? അതെ ഞാൻ തന്നെയാടാ. ഇന്നലെ ആരാടാ എന്റെ വീട്ടിൽ നിന്ന് ചന്ദ്രേട്ടനെ തല്ലിയത്? നീ പറഞ്ഞിട്ട ഗുണ്ടയായിരിക്കും അല്ലേ? നീ കിടന്ന കിടപ്പിലാണെങ്കിലും ഒരു മാറ്റില്ലല്ലോ നിനക്ക്. ദേ ഇനി എങ്ങാനും എന്റെ ഭർത്താവിന്റെ മക്കളുടെ നേരെ നീ കൈ ഒഴുകിക്കഴിഞ്ഞാൽ ഇനി നീ ആയിരിക്കും, ഈ കിടന്ന കിടപ്പിലല്ല നീ ആയിരിക്കും ഇനി യമലോകത്ത് പോകാൻ പോണത്, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത് എന്ന് പറയാണ്. ഇയാൾക്കൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലമ്മേ, ഇയാൾക്ക് എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് പറയാണ്. അവിടേക്ക് ഷാരിയും സരിയും വരുന്നുണ്ട്. സത്യമായിട്ട് ഇന്നലെ ചന്ദ്രസേന നടന്ന കാര്യത്തിൽ എന്റെ ഭർത്താവിന് ഒരു പങ്കുമില്ല രൂപേ എന്ന് ഷാരി പറയാണ്. ആ സമയത്ത് നമ്മുടെ രൂപ പറയണ്ട്, എടി സരിയോ, നിന്റെ ജീവിതം ആകെ തകർന്നത് കൊണ്ടിട്ടാണ് നിന്റെ അച്ഛനമ്മയെ പ്രാന്ത് പിടിച്ച പോലെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്, ഇനി പ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാക്കും എല്ലാത്തിനെയും എന്ന് പറഞ്ഞിട്ട് രൂപ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.